ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം ഒന്ന് കണ്ടാലോ. നമ്മുടെ ഫിഷ് മസാലയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് മുള്ളില്ലാത്ത ഫിഷാണ് എടുത്തിരിക്കുന്നത്. ദശകട്ടിയുള്ള മീൻ അതാണ് വേണ്ടത്. അത് ഞാനിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മുള്ളുള്ള മീനിൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. മുള്ളില്ലാത്ത മീനാണ് ഒന്നും കൂടി നല്ലതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കാം. ആദ്യമായിട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, കുറച്ച് എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിൽ പുരട്ടി വെക്കാം. അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു കുറച്ചേ ഇട്ടുള്ളൂ, അതുകൊണ്ട് ഒരു കളറില്ല. കാശ്മീരി മുളക് പൊടി ആയിരുന്നെങ്കിൽ നല്ല കളർ ഉണ്ടായേനെ. ഇവിടെ എരിവ് പിള്ളേർക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ഇടുമല്ലോ. അപ്പോൾ ഇത് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറോളം ഇവിടെ നിന്നിരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ മസാല പുരട്ടിയ മീനൊക്കെ അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാൻ ഗ്യാസിലെടുത്ത് വെക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മീനിൻ്റെ അടുത്ത വശം കൂടി മൂത്തിട്ട് നമുക്കിത് കോരി മാറ്റാം. മീനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ആ പാൻ ഉണ്ടല്ലോ, അതിൽ ലേശം വെളിച്ചെണ്ണ ഉണ്ട്. നമുക്കൊരു ലേശം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാടുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേഗം വഴഞ്ഞിട്ട് ഇതിലേക്ക് ഒരു സംഭവം കൂടി ഇടാനുണ്ട്, പച്ചമുളക്. അത് ഞാൻ വിട്ടുപോയി. അപ്പം ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് നമ്മുടെ പച്ചമുളകായാലും മുളക് പൊടി ആയാലും എല്ലാം നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനി ഇവിടെ കിടന്നത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്, ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചെടുക്കാം. അപ്പം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടിട്ട് നമ്മുടെ തക്കാളിയെല്ലാം വെന്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊടിഞ്ഞു പോകാതെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് മസാല. ഈ ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.